ശബരിമലയിലെ തന്ത്രിസ്ഥാന നിയമനം അംഗീകരിച്ച പാരമ്പര്യ അവകാശമാണെന്ന് SJR കുമാർ. താഴ്മൺ മഠം കുടുംബത്തിന്റെ പാരമ്പര്യ പദവിയാണ് തന്ത്രിസ്ഥാനം. പിൻഗാമിയെ നിർദ്ദേശിക്കുന്നത് താഴ്മൺ കുടുംബത്തിലെ മുതിർന്ന അംഗമാണ്. അതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അംഗീകാരമുണ്ടെന്നും SJR കുമാർ വ്യക്തമാക്കി. നിഷ ദിലീപാണ് കൊച്ചിയിൽ നിന്നും ചേരുന്നത്. നിഷ, നേരത്തെ ഈ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ KS രാധാകൃഷ്ണൻ ഈ തന്ത്രിസ്ഥാനം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചില പ്രസ്താവനകൾ വലിയ വിവാദമായിരുന്നു. അപ്പോൾ ഇതിന് മറുപടി എന്ന നിലയിലാണോ ഇപ്പോൾ SJR കുമാർ നിലപാട് വ്യക്തമാക്കുന്നത്? മാത്രമല്ല, അദ്ദേഹം ശബരിമല കർമ്മസമിതിയുടെ ജനറൽ കൺവീനർ കൂടിയാണല്ലോ. അപ്പോൾ എന്താണ് അദ്ദേഹം ഈ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്? ഗൗതം, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഡോക്ടർ KS രാധാകൃഷ്ണൻ ശബരിമല തന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. അതിന് മറുപടി എന്ന രീതിയിൽ തന്നെയാണ് ശബരിമല കർമ്മസമിതിയുടെ ജനറൽ കൺവീനറായ SJR കുമാർ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശബരിമലയിലെ തന്ത്രിസ്ഥാനം സംബന്ധിച്ച ഉള്ളൊരു കാര്യം രാഷ്ട്രീയ പ്രസ്താവനകളെക്കാൾ ആചാരങ്ങൾക്കും വസ്തുതകൾക്കുമൊക്കെ അധിഷ്ഠിതമായ ഒരു കാര്യമാണ് എന്നാണ് SJR കുമാർ പറയുന്നത്. എന്തായാലും ശബരിമലയിലെ തന്ത്രിസ്ഥാനം നിയമം അംഗീകരിച്ച പാരമ്പര്യ അവകാശമാണ്. അത് താഴ്മൺ കുടുംബത്തിന്റെ ഒരു അവകാശമാണ്. അത് വർഷങ്ങളായി ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. ഈ പിൻഗാമിയെ നിർദ്ദേശിക്കുന്നത് പോലും താഴ്മൺ കുടുംബത്തിലെ മുതിർന്ന അംഗമാണ്. അതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അംഗീകാരവുമുണ്ട്. എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിന് നിയമപരമായ നിർദ്ദേശങ്ങളൊക്കെ തേടാം. അതൊക്കെ തന്നെ പാരമ്പര്യമായി വർഷങ്ങളായി തന്നെ തുടർന്നു വരുന്ന ഒരു കാര്യമാണ്. നിലവിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ചർച്ചകൾക്കൊന്നും ഈ തന്ത്രിസ്ഥാനം സംബന്ധിച്ച കാര്യത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് SJR കുമാർ പറയുന്നത്. തന്ത്രി കണ്ഠരര് രാജീവ് വരെ തന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടില്ല. തനിക്ക് ആരോഗ്യപരമായ